താജിന്റെ ഫോൺ കൊടുത്താൽ പറമ്പാട്ട് അങ്ങനെ പറയും. നമ്മള് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് കോൺഗ്രസിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് കോൺഗ്രസിലേക്ക് പുതിയ ആളുകൾ രാജ്യത്തെ എല്ലാ ഭാഗത്തു നിന്നും കടന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ കോൺഗ്രസിനോടുള്ള അടുപ്പം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നവരാകാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നതുകൊണ്ട് കാര്യമില്ല. കളിക്കളത്തിലിറങ്ങി നമ്മൾ കളിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഗുരുതരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കറുത്ത കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക, കോൺഗ്രസിൽ അണിചേരുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസാണ്. 139 വർഷത്തെ പഴക്കവും തഴക്കവും പാരമ്പര്യവും പൈതൃകവുമുള്ള കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയില്ല. കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ പരാജയപ്പെട്ടാൽ പോലും ലോകത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുത്തശ്ശി ആര് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസാണ്. കോൺഗ്രസിനെ പോലെ പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. അധികാരം നഷ്ടപ്പെട്ടാലും 10,000 തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും പാരമ്പര്യമുള്ള പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസാണ്. ആ കോൺഗ്രസിന്റെ തണലിലേക്കാണ് നിങ്ങളൊക്കെ കടന്നു വരുന്നത്. ഇവിടെ തീർച്ചയായും ശ്രീ യാസർ പൊട്ടച്ചോല DCCയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സജീവമായി ഈ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വിളിച്ചാൽ വെളിപ്പുറത്ത് വിളികേൾക്കുന്ന ഒരു നേതാവായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ഇതൊരു കുടുംബമാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗമാവുന്നതോടുകൂടി നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി കൈകൾ കോർത്തു വെച്ച് നമ്മൾ നാളെയുടെ നാളുകളിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ പ്രദേശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അതോടൊപ്പം ഈ നാട്ടിലെ നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും നിങ്ങളുടെ വിഷമതകളിലും വിളിച്ചാൽ വെളിപ്പുറത്ത് വിളി കേൾക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ തിളച്ചുമറിയുന്ന മേടമാസ ചൂടിൽ നമ്മുടെ മനം കുളിർപ്പിച്ചുകൊണ്ട് മഴ എത്തിയിരിക്കുകയാണ്.